ഹായ് വ്യൂവേഴ്സ്, ആദ്യം തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇങ്ങോട്ട് വീട് മാറിയിട്ടുള്ള ആദ്യത്തെ ഒരു ഡേമേൽ എടുക്കാമെന്ന് വിചാരിച്ച്. മാറിയിട്ട് കുറച്ച് ദിവസമായി, 5-6 ദിവസമായി. അപ്പോൾ ഇന്നാണ് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടപ്പുട്ടും പയറ് വേവിച്ചതും. അങ്കിത്തും അഭിയൊന്നും എണീറ്റില്ല. ആവി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുളിച്ച്, ഇവിടെ ഒരാൾ പല്ല് തേക്കുന്നേ അവിടെ പോയി തേക്കടാ. പല്ല് തേക്കുന്നതേ ഉള്ളൂ. പിന്നെ വിളക്ക് കത്തിച്ച് ഞാൻ ഇവിടെ സെറ്റാക്കി എല്ലാ ഭഗവാന്മാരെയും നിരത്തി വെച്ചു. വൈകിട്ട് പിന്നെ വിളക്ക് കത്തിപ്പൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോൾ. അതുകൊണ്ട് രാവിലെ കുളിക്കുമ്പോഴേ അങ്ങ് വിളക്ക് കത്തിക്കും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി. പുട്ട്, പയറ്, പപ്പടം തീർന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ചായ. അപ്പം നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഹസ്ബൻഡ് കഴിച്ചിട്ട് പോയി രാവിലെ. റാഗിപ്പുട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുട്ട് കഴിക്കാൻ പോവാ. പുട്ട്, പയറും, പപ്പടം, ചായ. പപ്പടം ഞങ്ങൾ തറയിലിരുന്ന് കഴിക്കും. പപ്പടം ടേബിളിലില്ല. Parallel Venetian is not found in dash sugarcane, people, maize, wheat. പീപ്പിൾ ആൽമരത്തിന് അത് റെട്ടിക്കൽ എലിമിനേഷൻ അല്ലയോ? പാരലൽ എലിമിനേഷൻ കരിമ്പിനകത്തൊക്കെ അല്ലയോ? രണ്ടുപേരും ഹോളിഡേ ഹോംവർക്സ് ചെയ്യുന്നു. നമുക്കിനി കൂട്ടാൻ വെക്കാൻ ചീര കിട്ടിയിട്ടുണ്ട്. ചീര ഇത് നമ്മൾ കഴുകി വെക്കാം, തോരൻ വെക്കാം. കരണ്ട് പോയി. കൊഞ്ച് ഉണക്കൊഞ്ചുണ്ട്, അതിന് തീയൽ വെക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. തേങ്ങയും തിരുമ്മി വെച്ച്. കരണ്ട് പോയി. ഇനി എന്തായാലും വറുത്ത് വെക്കാം. കരണ്ട് വരുവാണെങ്കിൽ അരച്ച് തീയൽ വെക്കാം. ചീര തോരൻ വെക്കണമെങ്കിലും മിക്സിക്കകത്ത് അരയ്ക്കണം. കരണ്ട് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും തേങ്ങ വറുത്ത് വെക്കാം. കുരുമുളക് ഇടാം അല്ലേ? കുരുമുളക് ഇത് ഇവിടുത്തെ എൻ്റെ മസാല ബോക്സാണ്, പുതിയതാണ്. നമുക്ക് കൊഞ്ചോളം നുള്ളി പറക്കിയെടുക്കാം. തല എടുത്ത് കളഞ്ഞിട്ട് അരയ്ക്കാൻ പറ്റും.
അപ്പം നമ്മുടെ തോരനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വെക്കാം. ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഈ തോരൻ പാത്രം കാര്യമാക്കണം. ഇത് ഇതിനകത്തോട്ട് മാറ്റാം. കടുക് വറുത്തില്ല. മുളക് തീർന്ന്. കടുക് വറുക്കുന്ന മുളക് വാങ്ങിക്കണം. ആദ്യം നമുക്ക് ഈ തണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. അരപ്പും കൂടെ കുറച്ച് കേൾക്കാം. ഒഴുക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ചേക്കാം. നമുക്ക് തീയൽ നല്ലത് അരച്ചെടുക്കാം. നമുക്ക് കൊഞ്ച് തീയൽ വെക്കാം. അത് ചട്ടി അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ രീതിയിലുള്ള കറിയാണേ. എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം വെക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി, പച്ചമുളകും കൂടെ ഇച്ചിരി കടുവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുവൊന്നും പറക്കണ്ടല്ലോ. ഉള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നമുക്ക് അങ്ങോട്ടൊന്ന് വഴറ്റി എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്കാം. കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. ചേർക്കയായി എനിക്കിനി അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം.
തിളക്കുന്നുണ്ട്, തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് തൈരുണ്ട്, കുറച്ച് തൈരുണ്ട്. അതിന് നമുക്ക് മോരുകറി വെക്കാം. കറി വെക്കാൻ പോവാണേ. മുരികറി വെക്കാൻ വലുതായിട്ടൊന്നും ഇല്ല, ചുമ്മാ കടുവറുത്ത് തൈര് ഒഴിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചെയ്യും. ദിസ് ഈസ് മുരിങ്ങയില. മുരിങ്ങയില ഞാൻ വീട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ട് വന്ന മുരിങ്ങയില. ഇത് എല്ലാത്തിനകത്തും ഞാൻ ഇട്ട് കൊടുക്കും. എടാ ഫോൺ നോക്ക. കടുകിടാം. ജീരകം കൂടെ ഇടാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. കണ്ടോ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഉണക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പം നിൽക്കുന്നത് നമുക്ക് മുരിങ്ങയിലൊന്നും കിട്ടത്തില്ല. ഇതിന് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചിട്ടേ വെള്ളത്തിലൊക്കെ ഇട്ട് ചുമ്മാ കുടിക്കാൻ ചെയ്യാം. മുരിങ്ങയില പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് എല്ലാം കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ കൂടെ. തൈര് ഒഴിച്ചു കൊടുക്കും. മുരിങ്ങയിലിട്ട് മോരുകറി റെഡിയായി. റെഡിയായി, തീയലം റെഡിയായി. തീയൽ പറ്റി. ഇനി ചട്ടിക്കകത്തിരുന്ന് കുറച്ചും കൂടെ ഓഫ് ചെയ്ത് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത്, മോരിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടായാൽ മതിയല്ലോ. ഒത്തിരി ചൂടായാലേ പിരിഞ്ഞു വരും. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ പോവാം. ചോറും മുരുകറിയും ചീരത്തോരനും കുഞ്ചി തീയലും അച്ചാറും. ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്ന മഴത്തോണി വറക്കാൻ മേളിലോട്ട് വന്നു. തുണി ഇടാൻ മാത്രമേ നമ്മൾ മുകളിലോട്ട് കയറി വരത്തുള്ളൂ. ഇവിടെ വെളിയിലോട്ട് ബാൽക്കണി ഉണ്ട്, അവിടെ ഇടാൻ പറ്റും. വൈകിട്ട് കട്ടനും റസ്കും അതായത് കവറിനകത്തിരുന്ന് എല്ലാം പൊടിഞ്ഞു പോയി. നമ്മൾ വെള്ളം പിടിക്കുക, പൈപ്പിട്ട് വെള്ളം വരുന്ന. ഇപ്പോൾ കൂളർ നിറയ്ക്കാൻ വെള്ളം ഒഴിക്കുക. വെള്ളം ഇവിടെ പൈപ്പ് ലൈനിൽ വരുന്നു. ഇപ്പം അന്നേരം ആ പൈപ്പിട്ട് നേരെ അങ്ങോട്ട് കൂളറിലോട്ട് അങ്ങ് നിറയ്ക്കുക. കുടിക്കാനിപ്പം ഇന്ന് ചപ്പാത്തി. അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടുപേര് നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് വന്നത്. പ്രതീക്ഷിക്കാതെ വന്ന വിരുന്നുകാരാണ്. അപ്പം ഇവരാണെങ്കിൽ ഇത് അമലും അഞ്ജലിയുമാണ്. അവർ ഇവിടെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഹസ്ബൻഡ് നേരത്തെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുവാണ്. അന്നേരം അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് അങ്ങനെ വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മളധികം ഫുഡൊന്നും ഉണ്ടാക്കിയൊന്നും ഇല്ലായിരുന്നു. രാത്രി നമ്മളെല്ലാം തട്ടിക്കൂട്ടൊക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെ അടുത്തൊരു കേരള ഹോട്ടലുണ്ടല്ലോ, അവിടെ പോയി ഫുഡ് കഴിക്കാൻ.
അവിടെ പോയാൽ പിന്നെ കഴിക്കുന്നത് എന്തുവാണെന്നല്ലോ, പൊറോട്ടയാണല്ലോ. അവിടെ പിന്നെ നമ്മളെല്ലാവരും പൊറോട്ടയും കറിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോരുന്നു. എന്നിട്ട് അവരവരുടെ വീട്ടിൽ പോയി. നമ്മൾ കടയിലോട്ട് പോയപ്പോൾ തന്നെ 9:30 10 മണി ആവാറായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ലേറ്റായിട്ടായിരുന്നു പോയത്. അവർ വന്നിട്ട് പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ പൊറോട്ടയല്ലേ ഓർഡർ ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് പിന്നെയും താമസം ഉണ്ടായിരുന്നു പൊറോട്ട കിട്ടാൻ. അതുവരെ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ പൊറോട്ട കിട്ടി, കഴിച്ച് സമയമെടുത്ത്. പിന്നെ ഇത് ഈ ഹോട്ടൽ എന്ന് പറയുന്നത് കോഴിക്കോട് വരെ നടത്തുന്നത്. ഇതാണ് ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്നത്. നമ്മൾ പോയ സമയം ഫുട്ബോൾ കളി നടക്കുന്ന സമയമായിരുന്നു. പിന്നെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുന്നപ്പോഴത്തേക്ക് അവിടെ വീണ്ടും വൈകിട്ടത്തെ ചായക്കടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അലമാരിക്കകത്ത് മാടി വിളിക്കുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. ഞങ്ങൾ പൊറോട്ട മാത്രം കഴിച്ചതില്ല. എല്ലാവരും വയറ് നിറഞ്ഞപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു. പിന്നെ പിറ്റേന്നത്തേക്കൊന്നും അത് കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചതുമില്ല. അങ്ങനെ തന്നെ നമ്മൾ അവിടുന്ന് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കാറൊന്നും കഴിയത് പോലും ഇല്ല, പൊടിയടിച്ചിരിക്കുക മൊത്തം. അപ്പം പുതിയ വീട്ടിലോട്ട് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിനകത്ത് അങ്ങനെ അമലും അഞ്ജലിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തെ വീഡിയോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് പ്രതീക്ഷിക്കാതെ 2 പേര് വിരുന്നുകാർ വന്ന്. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച്. ഇപ്പോൾ രാത്രി സമയം 11:30 അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.